വനംവകുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ശ്രീമതി റോഷ്നി ചേരുകയാണ്. റോഷ്നി, നിലവിൽ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ആദ്യം തൃശ്ശൂരിൽ ഒരു വാർത്ത കണ്ടു, അതിന് പിന്നാലെ തുടരെ കായംകുളത്തും ചിറയൻകീഴും ആലപ്പുഴയിലുമൊക്കെ ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാമ്പുകൾ എന്തായിരുന്നാലും കൂട്ടത്തോടെ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അന്ന് നമ്മൾ കണ്ട കുഞ്ഞിൻ്റെ വീട്ടിൽ 5ാമത്തെ പാമ്പിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ വീടിനടിയിലൊക്കെ പാമ്പുണ്ട് എന്നുള്ളൊരു സംശയം റെസ്ക്യൂ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ പങ്കുവച്ചിട്ടുണ്ട്, വനംവകുപ്പും പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ താമസിക്കുന്ന വീടിനടിയിൽ ഇങ്ങനെ പാമ്പിന് താമസിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുമോ? പാമ്പിൻ്റെ മാളം ഒക്കെ തന്നെ കണ്ടെത്താനായി കഴിയുമോ? പാമ്പ് സ്വന്തമായിട്ട് മാളങ്ങൾ ഉണ്ടാക്കാറില്ല. എന്നാൽ എലി നമ്മൾ താമസിക്കുന്ന വീടിനടിയിൽ വേണമെങ്കിലും മാളം ഉണ്ടാക്കാം. കാരണം നമ്മുടെ വീടിന്റെ ബേസ്മെന്റിൽ മണ്ണ് കിടക്കുന്ന സ്ഥലത്ത് എലിക്കെന്ന് പറയുമ്പോൾ നമ്മൾ എന്തുവാണ്, ഭൂമിക്കടിയിൽ ഭയങ്കര നെറ്റ്വർക്കുള്ള ഒരു ജീവിയാണ് എലി എന്ന് പറയുന്നത്. അപ്പൊ എലിയുടെ മാളങ്ങളിലാണ് പാമ്പ് കയറുന്നത്. അപ്പൊ ഇത് അതിനടിയിലൂടെ ഈ ബേസ്മെന്റിന്റെ ഇടയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടി പാമ്പ് കയറി ഇത് സേഫായിട്ട് എവിടെയെങ്കിലും മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞായിരിക്കണം ഈ കുഞ്ഞുങ്ങൾ കയറി വരുന്നത്. അപ്പൊ അവര് തിരിച്ച് കയറി വരുന്നത് ചിലപ്പോ ഏതെങ്കിലും നമ്മുടെ ടൈലിന്റെ ഇടയിൽ കൂടി തന്നെ ഏതെങ്കിലും ചെറിയ ഹോൾ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടിയായിരിക്കും വരുന്നത്. പിന്നെ വെള്ളിക്കെട്ടനെ സംബന്ധിച്ചിടത്തോളം 2 or 3 കുഞ്ഞുങ്ങളല്ല, ഒരു 10-20ഓളം കുഞ്ഞുങ്ങൾ മാക്സിമം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൽ വിരിയുന്ന കുഞ്ഞുങ്ങളായിരിക്കണം, അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിന്ന് ഇരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം നിൽക്കുകയാണ്, ആ കുടുംബം എങ്ങനെയാണ് അവിടെ താമസിക്കാൻ കഴിയുന്നത്? വനംവകുപ്പിനെ സംബന്ധിച്ച് ഏത് രീതിയിലാണ് ആ ഒരു ഇനി മുന്നോട്ടുള്ള ദൗത്യം കൊണ്ടുപോകാൻ കഴിയുന്നത്? അതെ, വനംവകുപ്പ് അന്നത്തെ ദിവസം അവിടെ വന്നു പരിശോധന നടത്തിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിനുശേഷവും കുഞ്ഞുങ്ങളെ വീണ്ടും കാണുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാമ്പുകളെ നമുക്ക് കണ്ടാൽ മാത്രമേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റാൻ കഴിയുന്നത്. അല്ലാതെ നമുക്കിതിനെ ഒന്ന് എവിടെ ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുക്കാനുള്ളൊരു സംവിധാനം ഇല്ല. വീടിന് ചുറ്റുമുള്ള പരിസരത്തെല്ലാം അന്ന് തീയിടുകയും ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇത് പുറത്താവാനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും. വീടിന് ഉള്ളില് ഭാഗത്ത് എവിടെയെങ്കിലും അടുക്കളയോട് ചേർന്ന് നനവുള്ള ഏതെങ്കിലും ഭാഗത്തു കൂടിയോ ഏതെങ്കിലും ഇതിനുള്ളിലോ നിന്നങ്ങനോ ആയിരിക്കണം ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വരുന്നത്. അപ്പൊ ഇന്നും വനംവകുപ്പ് അവിടെ എത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി മറ്റൊരു ആരോപണം വനംവകുപ്പിനെതിരെ ഉയരുന്നൊരു സാഹചര്യം കൂടിയാണ്. അതായത് പാമ്പിനെ പിടികൂടി കുതിരാൻ മേഖലയിൽ ജനവാസ മേഖലയോട് ചേർന്ന് വനംവകുപ്പ് തുറന്നുവിട്ടു എന്നൊരു ആരോപണമുണ്ട്. ആ പരിസരത്തൊരു 2 വയസ്സുകാരന് പാമ്പ് കടിയേറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തു. നാട്ടുകാരൊക്കെ തന്നെ വനംവകുപ്പിനോട് ശക്തമായി തട്ടിക്കയറുന്ന ചില ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വനംവകുപ്പ് പാമ്പിനെ പിടികൂടി ശരിക്കും എവിടെയാണ് തുറന്നുവിടുന്നത്? ഈ ജനവാസ മേഖലയിലൊക്കെ തുറന്നുവിടുകയാണെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പിന്നീട് നയിക്കുകയല്ലേ ചെയ്യുന്നത്? ഇല്ല, അത് പക്ഷേ ശരിക്കും തെറ്റായ ഒരു ആരോപണമാണ്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള സർപ്പയില് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരായാലും നമ്മുടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും പുറത്ത് ഞങ്ങൾക്ക് ഒത്തിരി വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരായാലും വോളണ്ടിയേഴ്സ് ഒക്കെ റെസ്ക്യൂ ചെയ്യുന്നതിനെ ഞങ്ങൾക്ക് വനംവകുപ്പിന് കൈമാറി ഞങ്ങൾ തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ആറാട്ടുകളിലാണ് കൂടുതലും റിലീസ് ചെയ്യുന്നത്. നമ്മൾ വനത്തിനുള്ളിൽ കൊണ്ടുപോയാണ് റിലീസ് ചെയ്യുന്നത്. ജനവാസ മേഖലയൊന്നും ഒരു ജനവാസ മേഖലയോട് ചേർന്ന ഒരു പ്രദേശങ്ങളിലും പാമ്പുകളെ റിലീസ് ചെയ്യാറില്ല. കാരണം പുറത്തേക്ക് പാമ്പുകൾ, എല്ലാ പാമ്പും പോകുന്ന പാമ്പുകളൊന്നും അതുപോലെ അങ്ങനെ തിരിച്ചു വരാറുമില്ല. അതും ഒരു തെറ്റായ ധാരണയാണ്. ഈ കൊണ്ടുവിടുന്ന പാമ്പുകൾ തിരിച്ചു വരുന്നു എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണ്, അങ്ങനെ പാമ്പ് വരാറില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പാമ്പ് വരുന്നുണ്ടെങ്കിൽ അത് മലമ്പാമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ സാധാ മൂർഖനോ വെള്ളിക്കെട്ടനോ പോലെയുള്ള പാമ്പുകളൊന്നും ഉൾവനങ്ങളിൽ കൊണ്ടുപോയാൽ തിരിച്ച് അധികം അങ്ങനെ വരാത്ത പാമ്പുകളാണ്. അതുകൊണ്ട് അത് വനംവകുപ്പിനെതിരെ ഉന്നയിക്കുന്ന തെറ്റായ ആരോപണമാണ്. കാരണം ഞങ്ങൾ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഈ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിനോടൊപ്പം ഒരു മനുഷ്യജീവനും കൂടി രക്ഷിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വനംവകുപ്പ് ആ ഒരു ദൗത്യം എത്രയോ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് തെറ്റാണ്. പാമ്പിന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനങ്ങൾ മാത്രമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ചുറ്റും, നമ്മൾ മനുഷ്യർ ജീവിക്കുന്നതിന് ചുറ്റുമുള്ള എല്ലാ ആവാസ വ്യവസ്ഥയും പാമ്പിന്റെയും ആവാസ വ്യവസ്ഥയാണ്. ശരി, വളരെ നന്ദി ശ്രീമതി റോഷ്നി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.